ഇപ്പോൾ ഒരു തമാശ പറയാൻ തുടങ്ങി. ഇതുപോലത്തെ തമാശ ഓരോ ദിവസവും തമാശ. ഞാൻ പ്രധാനമന്ത്രിയെ കണ്ട്, ഏത് മുഖ്യമന്ത്രി വന്നാലും പ്രധാനമന്ത്രിയെ പോയി കാണും. പിറ്റേ ദിവസമാണ് പിണറായി വിജയന്റെ വീട് വേണ്ടി. അത് ഞാൻ പറഞ്ഞിട്ടാണോ? ഞാൻ ശരിയാ. ഞാൻ പറഞ്ഞു മോദിജി, ആദ്യമായിട്ടാണ് ഞാൻ മോദിയെ കാണുന്നത്. കണ്ട വഴിയെ ഞാൻ പറഞ്ഞു മോദിജി ആ പിണറായിയുടെ വീടിന് വേണ്ടിയാണ്. അപ്പൊ മോദിജി പറഞ്ഞു സതീശൻജി ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞു. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു വീട് പോലെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പൊ സതീശൻജി ആദ്യമായി പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ തന്നെ 12 വീടും റെയ്ഡ് ചെയ്യണം. മോദിജി വിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യണം. എന്താ ഇവർ പറയുന്നത്? പിന്നെ പറഞ്ഞു നമുക്കെതിരെ പോസ്റ്റ് ഇട്ടു കുറെ സമൂഹ മാധ്യമങ്ങൾ. അപ്പൊ ഞാൻ മെറ്റയോട് വിളിച്ചു പറഞ്ഞു എനിക്കെതിരായിട്ടുള്ള പോസ്റ്റ് എങ്ങനെ മൂവിയാണ്. ആരാന്ന് മനസ്സിലായില്ല, ഞങ്ങൾ വിചാരിക്കണല്ല. ഞാൻ പറഞ്ഞ മെറ്റ വിലക്ക് ഇന്ത്യ മുഴുവൻ അവര് റിമൂവ് ചെയ്യാണ്. പലതും അവരുടെ പ്രശ്നങ്ങളാണ്. ഓരോ ദിവസം ഓരോ കാര്യമായിട്ട് വരികയാണ്. പിന്നെ പറഞ്ഞു ഞാൻ കോഴിക്കോട് കാപ്പിക്കട ഉദ്ഘാടനം ചെയ്തു. പിന്നെയാണ് അറിഞ്ഞത്, അവർക്ക് മനസ്സിലായത് 600 കോടി രൂപ നിക്ഷേപമുള്ള മലയാളി ചെറുപ്പക്കാരുടെ സ്ഥാപനമാണ് എന്റെ കേരളത്തിലെ ഓഫീസർ ഉദ്ഘാടനം ചെയ്തത്. ഇനി കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ എന്താ കുഴപ്പം? ഞാൻ തട്ടുകട ഉദ്ഘാടനം ചെയ്യാൻ പോകും പാവപ്പെട്ടവരുടെ. എന്ത് കുഴപ്പം? എന്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ തട്ടുകട ഉദ്ഘാടനം ചെയ്യാറുണ്ട്. എനിക്ക് സമയമുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ടവരെ തുടങ്ങിയാൽ അതും പോയി ചെയ്തു കൊടുക്കും. ഒരു കുഴപ്പമില്ല. ഇത് തട്ടുകട കാപ്പിക്കട അറിയുന്നില്ല. 600 കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു. അതാണ് ഓരോ ദിവസവും ഇവരുണ്ടാക്കുന്ന വാർത്തകൾ. ഇപ്പോ ഒരാൾ പറഞ്ഞു, ആരാണെന്ന് ഞാൻ പറയുന്നില്ല, ബുധനാഴ്ച മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിയുമ്പോൾ ഭയങ്കര നാറ്റം ഉണ്ടാവണം. എവിടെയാണ് നടന്നെന്ന് ഞാൻ പറയേണ്ട ആവശ്യം പറയണം. എവിടെ നിന്നാണ് നാറ്റം വരുന്നതെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞ ആൾ ആരാന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അതിന് പുറകെ പോകുന്നില്ല. നമ്മൾ വ്യക്തികളെ തേജോവധം ചെയ്യലും വ്യക്തികളുടെ പുറകെ നടക്കലും അല്ല ഈ സർക്കാരിന്റെ ലക്ഷ്യം. ഈ സർക്കാരിന് ഒരുപാട് മുൻഗണനകളുണ്ട്. നാടിനോട് പറഞ്ഞ വാക്കുകൾ, പ്രിയദർശിനി ബസ്സിൽ അല്ലേ ഒന്നായില്ലേ, സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തില്ലേ? ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തില്ലേ? മുതിർന്നവർക്ക് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞു ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തു. ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തു. പാചക തൊഴിലാളികളോട് പറഞ്ഞു തീരുമാനമെടുത്തില്ലേ? ഇവരിൽ കേരളം മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. രൂക്ഷമായ ധനപ്രതിസന്ധിയ